മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും പുറമെ സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയനെയും നികുതി യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ നിർമ്മിത കാറുകളുടെയും കാർഷികോൽപ്പന്നങ്ങളുടെയും യൂറോപ്പിലേക്കുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയമായും അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് ഞായറാഴ്ച അറിയിച്ചു. യുകെയുമായി മികച്ച ബന്ധമാണുള്ളതെങ്കിലും നീക്കുപോക്കുകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അധിക നികുതി ചുമത്തിയേക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. വ്യാപാര പങ്കാളികൾ ഏകപക്ഷീയമായി നികുതി ചുമത്തിയാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് EU പ്രതിനിധി പ്രതികരിച്ചു. മുൻപ് അമേരിക്ക യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയതിന് പകരമായി ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് EU നികുതി വർദ്ധിപ്പിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകി വരുന്ന എല്ലാ സാമ്പത്തിക സഹായവും ഭാവിയിൽ പിൻവലിക്കുമെന്ന് അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ ഭൂമി ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അപഹരിക്കുന്നതായി ആരോപിച്ച് ട്രംപ് വിഷയത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ധനസഹായം നൽകുന്നത് പുനഃപരിശോധിക്കുകയുള്ളൂവെന്നും അറിയിച്ചു. മെക്സിക്കോയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തിയ തീരുമാനം പ്രാബല്യത്തിലാക്കുന്നത് ഒരു മാസം വൈകിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാലയളവിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ മെക്സിക്കോയുമായി ചർച്ച നടത്തും. തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബാമുമായി നടത്തിയ 45 മിനിറ്റ് നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ട്രംപിന്റെ നിലപാടിനോട് ഷീൻബാം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. തിരിച്ചും സമാന നികുതി ചുമത്തുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അധിക നികുതി ചുമത്താനുള്ള തീരുമാനം അമേരിക്കക്കാരെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള തിരിച്ചടികളെ പറ്റിയും മുന്നറിയിപ്പുണ്ടായി. ഓഹരി വിപണി ആദ്യ ദിവസം തന്നെ നഷ്ടത്തിലായി.